അപ്പോൾ ഒരു ഇടവക തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പരിഗണന ദൈവത്തെ ആരാധിക്കണമെന്നല്ല, അവിടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ചില ബന്ധങ്ങൾ. ഇന്ന് നമ്മുടെ സഭയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ആദിമ സഭയ്ക്ക് ഉണ്ടായിരുന്ന ഈ ഒരു പ്രത്യേകത നമുക്കില്ലാതെയായി എന്നതാണ്. എന്താണ് ആദിമസഭയുടെ പ്രത്യേകത? ആദിമസഭയിൽ വിശ്വാസികളെ ഒരുമിപ്പിച്ചത് വിശ്വാസമാണ്. വിശ്വാസത്താൽ ഒരുമിപ്പിക്കപ്പെടാത്ത വിശ്വാസികൾ, അത് സമുദായത്തിന്റെ പേരിലായാലും രക്തബന്ധത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും, വിശ്വാസമല്ലാത്ത മറ്റു കാരണങ്ങളുടെ മേൽ ഒരുമിപ്പിക്കപ്പെടുന്ന വിശ്വാസി സഭയല്ല. അത് കേവലം ക്ലബ്ബാണ്. റോട്ടറി ക്ലബ്ബ് പോലെയോ യങ് മെൻസ് ക്ലബ്ബ് പോലെയോ ഒക്കെയുള്ള ചില ക്ലബ്ബുകളായി. അത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ക്ലബ്ബല്ല സഭ. യേശു ക്രിസ്തു ആയിരിക്കണം നമ്മെ ഒരുമിപ്പിക്കുന്ന ഘടകം. ശാന്തമായി നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മതി, ഇവിടെ ആദിമസഭയെ കുറിച്ച് പറയുന്നത് വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. They were united by faith. നമ്മൾ എന്തിന്റെ പേരിലാണ് ഒരുമിച്ച് വരുന്നത്? അങ്ങനെ ഒരുമിച്ച് വരുന്നത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ സഭ ഒരത്ഭുതമാവും. അതുകൊണ്ട് സഭ എന്നത് കൂട്ടുകെട്ടുകളല്ല, കൂട്ടായ്മയാണ്. ഫ്രം ഫ്രണ്ട്ഷിപ്പ് ടു ഫെലോഷിപ്പ്. എന്നാൽ ഇന്ന് നമുക്കിടയിൽ കൂട്ടായ്മയാണോ അതോ കൂട്ടുകെട്ടുകളാണോ ഉള്ളത്? അങ്ങനെയാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഒരു ആരാധനയ്ക്കായി ഒരു പള്ളി തിരഞ്ഞെടുക്കുമ്പോൾ ആ പള്ളിയിൽ ആരാധിക്കുന്നവരുടെ സമൂഹത്തിലെ സ്ഥാനമാകരുത് ആ ഇടവക നിങ്ങൾ നിങ്ങളുടെ ഇടവകയായി തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം. മാർത്തോമാ സഭയിൽ പ്രാർത്ഥനാ കൂട്ടങ്ങൾ നിർവചിക്കുന്നത്, അതിന് പറയുന്ന പേര് ഏറിയ പ്രയർ ഗ്രൂപ്പ് എന്നാണ്. അതിന് കൃത്യമായ ഒരു തിയോളജി ഉണ്ട്. എന്താണ് ആ തിയോളജി എന്ന് ചോദിച്ചാൽ, ഒരു ഏരിയയിൽ താമസിക്കുന്നവർ, അവർ പണക്കാരാവട്ടെ പാവപ്പെട്ടവനാവട്ടെ, സവർണനാവട്ടെ അവർണനാവട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, വലിയ ജോലിയുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഘടകം നിങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു എന്നതാണ്. അതിനു പകരം പ്രാർത്ഥനാ കൂട്ടങ്ങൾ, ഒരു പള്ളിയിലെ ഡോക്ടർമാരെല്ലാവരും കൂടെ ഒരു പ്രാർത്ഥനാ കൂട്ടം, എഞ്ചിനീയർമാരെല്ലാവരും കൂടെ ഒരു പ്രാർത്ഥനാ കൂട്ടം, കോഴഞ്ചേരിയിൽ നിന്ന് വന്നവരെല്ലാവരും കൂടെ ഒരു പ്രാർത്ഥനാ കൂട്ടം, അങ്ങനെയാണെങ്കിൽ അതിനെ ഇടവകയെന്നോ സഭയെന്നോ വിളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് വരാം, പക്ഷേ ഒരുമിച്ച് വരുന്നത് കൂട്ടുകെട്ടുകളോ മറ്റ് രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങളോ ആകാൻ പാടില്ല. ആദിമസഭയെ പോലെ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ച് വന്നു. ഒരിക്കലൊരു സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു പട്ടണത്തിലെ ഇടവകയിൽ പ്രാക്ടിക്കൽ വർക്കിന് പോയി. അവിടെ ചെന്ന സമയത്ത് അവിടെ ജനറൽ ബോഡിയാണ് നടക്കുന്നത്.
അപ്പൊ ഇതൊന്ന് കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ ആ ബെഞ്ചിന്റെ ഏറ്റവും പിറകിലിരുന്ന് എന്താണ് ഇവർ സംസാരിക്കുന്നത്, അന്യഭാഷയാണോ അതോ നമുക്കറിയാവുന്ന ഭാഷയാണോ എന്നൊന്ന് കേൾക്കാനുള്ള കൗതുകത്തോടുകൂടെ ഞാൻ പുറകിലിരുന്നു. അപ്പൊ എന്തോ ഗൗരവമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഒരപ്പച്ചൻ എഴുന്നേറ്റ് എന്തോ ഒരു അഭിപ്രായം പറയാൻ ശ്രമിച്ചു. അപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റിട്ട് പറയാണ്, വരത്തന്മാർ ഇവിടെ അഭിപ്രായം പറയണ്ട. അപ്പോൾ സഭ എന്താ? എടുത്ത വായിലെ അപ്പച്ചൻ പറയാണ്, വരത്തന്മാർ അഭിപ്രായം പറയണ്ട. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് മറ്റെന്തോ ആണ്. അതുകൊണ്ട് നമുക്ക് ആദിമസഭയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരുമ വേണം. ആ ഒരുമ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് പകരം സംഭവിക്കുന്നത് കൂട്ടുകെട്ടുകളാവും. കേവലം ചില സംഘം ചേരലുകളല്ല. ആദിമസഭ ഒരു അത്ഭുതമായി എന്ന് നാം പറയുന്നതിൻ്റെ കാരണം അവർ വിശ്വാസത്താൽ ഒരുമിച്ച് വന്നു എന്നതാണ്. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ടിയത് കൂട്ടുകെട്ടുകളല്ല, കൂട്ടായ്മകളാണ്. നമുക്ക് വേണ്ടിയത് കുന്നായ്മകളല്ല, നമുക്ക് വേണ്ടിയത് കൂട്ടായ്മയാണ്. നമുക്ക് വേണ്ടത് സംഘം ചേരലല്ല, നമുക്ക് വേണ്ടിയത് കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ, ആദിമസഭയുടെ കൂട്ടായ്മ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഐക്യത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസമായിരിക്കണം. വിശ്വാസത്താൽ ഒരുമിപ്പിക്കപ്പെടുന്ന ഒരു സഭയ്ക്ക് മാത്രമേ അത്ഭുതം സൃഷ്ടിക്കാനായിട്ട് സാധിക്കൂ. രണ്ടാമത് ഇവിടെ കാണുന്നത് അതിൻ്റെ 44-ാമത്തെ വാക്യം, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണി. നമുക്ക് വേണ്ടിയത് ഔദാര്യമല്ല, പങ്കിടലാണ്. നോട്ട് ചാരിറ്റി ബട്ട് ഷെയറിംഗ്. കൂട്ടായ്മ ഉള്ളിടത്ത് മാത്രമേ പങ്കിടൽ സാധിക്കൂ. എന്നാൽ കൂട്ടായ്മയ്ക്ക് പകരം കൂട്ടുകെട്ടാണെങ്കിൽ അവിടെ ഔദാര്യങ്ങൾ ഉണ്ടാവും, ഒരിക്കലും പങ്കിടൽ ഉണ്ടാവില്ല. സോ ഫ്രം കൂട്ടായ്മ, ഫ്രം കുന്നായ്മ ടു കൂട്ടായ്മ, ഫ്രം കൂട്ടുകെട്ട് ടു കൂട്ടായ്മ, ഫ്രം ഫെലോഷിപ്പ്, ഫ്രം ഫ്രണ്ട്ഷിപ്പ് ടു ഫെലോഷിപ്പ്. രണ്ടാമത് ഫ്രം ചാരിറ്റി ടു ഷെയറിംഗ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഔദാര്യം എന്നത് എനിക്ക് തികഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ ചെയ്യുന്നതിനാണ് ഔദാര്യം എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ ഒരാൾക്ക് ഒരു സഹായം ചെയ്താൽ അയാൾ ജീവിതകാലം മുഴുവൻ എന്നോട് കടപ്പാടുള്ളവനായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. നമ്മൾ ചിലരെ കുറിച്ച് പറയത്തില്ലേ, അവൻ ഒരു നന്ദിയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവനൊരു കുടിയാനെ പോലെ നമ്മുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണം. അങ്ങനെയല്ലേ? എന്നാൽ ആദിമസഭയിൽ നമ്മൾ കാണുന്നത് ഷെയറിംഗ് ആണ്, നോട്ട് ചാരിറ്റി. ഔദാര്യം എന്നത് എൻ്റെ പേഴ്സിൽ എത്ര രൂപയുണ്ട് എന്ന് നോക്കി ചെയ്യുന്നതാണ്. എന്നാൽ പങ്കിടൽ എന്നത് എൻ്റെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ എന്തുണ്ട് എന്ന് നോക്കി ചെയ്യുന്നതാണ്. ഔദാര്യം എന്നത് എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യുന്നതാണ്. എന്നാൽ പങ്കിടൽ എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്നത്.
മാർത്തോമാ സഭയുടെ ഒരു സ്ഥാപനമാണ് MCRD. ഒരിക്കൽ അവിടെ ചെന്നപ്പോ അവിടുത്തെ അച്ഛൻ ഒരു കഥ പറഞ്ഞു. അവിടെ 2 കുട്ടികളുണ്ട്, കുറെ കുട്ടികളുണ്ട്. അതിലൊരു പയ്യന് അവന് ഭയങ്കര വിശപ്പാ, എത്ര കിട്ടിയാലും കഴിക്കാൻ അവൻ തയ്യാറാ. അവിടെ മറ്റൊരു പയ്യനുണ്ട്, അവന് ഏത്തക്കാപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ കഥ, എത്ര ആഹാരം കിട്ടിയാലും തികയാത്ത ഈ പയ്യൻ 4 മണിക്ക് ആരെങ്കിലും സ്നാക്സ് സ്പോൺസർ ചെയ്യുന്നത് ഏത്തക്കാപ്പം ആണെങ്കിൽ അവനൊരു പ്രത്യേക കാര്യം ചെയ്യും. ഇത് അച്ഛൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ വലിയ വിശപ്പുള്ള എന്ന് നമ്മൾ പറയുന്ന ഈ പയ്യൻ അവന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏത്തക്കാപ്പം വാങ്ങിച്ച് നേരെ കൈയുടെ പിറകിൽ പിടിച്ച് നേരെ പിറകോട്ട് നടക്കും. എന്നിട്ട് ഏത്തക്കാപ്പം വലിയ കൊതിയുള്ള ആ പയ്യന്റെ കയ്യിൽ ആരും കാണാതെ കൊണ്ട കൊടുക്കും. MCRDയെ കുറിച്ച് പറയുന്നത്, ബുദ്ധിക്ക് അത്ര വളർച്ചയില്ലാത്ത കുട്ടികളെന്നാണ് നമ്മൾ അവരെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് ബുദ്ധി, നമുക്ക് അതിബുദ്ധിയാവുന്നത്, അല്ലെങ്കിൽ കുരുട്ടുബുദ്ധി എന്ന് പറയും. ഇതിനെയാണ് പങ്കിടൽ എന്ന് പറയുന്നത്. അല്ലാതെ 150 രൂപയുടെ അരി കൊടുത്തിട്ട് അതിന്റെ പടമെടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നതിനല്ല. അതിന് അല്പത്തരം എന്ന മലയാളത്തിൽ പറയും. അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ പേരിൽ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പ്രാഞ്ചി എന്നാണ് അവരെ വിളിക്കുന്നത്. പങ്കിടൽ എന്നത് ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത് എന്ന പ്രമാണമാണ്. നിങ്ങൾ ഇവിടെ പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും ഞാൻ പ്രായമുള്ളവർക്കൂടെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം. നിങ്ങൾ ഈ കോഴി മുട്ട ഇട്ടതിന് ശേഷം കോഴിയുടെ പെർഫോമൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോഴിയും കണ്ടിട്ടില്ല, മുട്ടയും കണ്ടിട്ടില്ല, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇട്ടത് എത്ര രൂപയുടെ മുട്ടയാ? 5 രൂപ. പോട്ടെ, 6 രൂപ എന്ന് വെച്ചു. 5-6 രൂപയുടെ മുട്ടയാണ് ഈ കോഴി ഇടുന്നത്. പക്ഷെ ഇട്ടതിന് ശേഷമുള്ള കോഴിയുടെ പെർഫോമൻസ് കണ്ടാൽ ഇട്ടത് ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപയുടെ മുട്ടയാന്ന് തോന്നുന്നു. വേറും ഒരു 5 രൂപയുടെ മുട്ട ഇട്ടിട്ട് പലരും ഇങ്ങനെയാണ്. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ അതിന്റെ ഫാനിൽ എഴുതി വെച്ചേക്കുന്നു കുഞ്ഞൂട്ടി. ഫാൻ ഇടുമ്പോൾ ആര് കടന്ന് കറങ്ങും? ഫാനല്ല കറങ്ങുന്നത്, കുഞ്ഞൂട്ടിയാ കറങ്ങും. ഇതുപോലെ ഇങ്ങനെയുള്ള അല്പത്തരങ്ങളെയാണ് നമ്മൾ ക്രിസ്തീയ പങ്കിടൽ എന്ന് പറയുന്നത്. ഇത് പങ്കിടലല്ല, ക്ഷമിക്കണം, ഇത് അല്പത്തരമാണ്.